السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിലെ ഈ അവസാനത്തെ പത്തിൽ നാം ചെയ്യുന്ന ഈ പറച്ചിലും കേൾക്കലും ചോദിക്കലും എല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുകയും അതിനൊക്കെയുള്ള പൂർണ്ണമായ സവാബ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഈ വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈ റമളാൻ മാസം കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ഒരു ദോഷം ബാക്കി വെച്ചുകൊണ്ട് പോവാതെ എല്ലാം പുറത്തുകൊണ്ട് അള്ളാഹു നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഹുദവി നടത്തുന്ന ക്ലാസ് വരാനിരിക്കുകയാണ് ഇന്നത്തെ ബാബ് റയ്യാനിൽ. ഹുദവി എത്തിയുണ്ട്, അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഐ ഡി ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഉണ്ട് എങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരുന്നത് വരെ നമുക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ മൈക്ക് ഒഴിവാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കഴിയട്ടെ. ഞാൻ കുറച്ച് PM ഉണ്ട്. അതോടുകൂടി മറ്റൊരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മലയാളം ക്ലാസ് റൂമിലോ ഏതോ ഒരു ക്ലാസ് റൂമിൽ ഒരു മൗലവി തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ നടത്തിയെന്ന് കേട്ടു. ഞാൻ കേട്ടിട്ടില്ല, ഇവിടെ പറഞ്ഞു കേട്ടതാണ്. പിന്നെ ലേശം ഇതൊരു വെല്ലുവിളി സ്വരത്തിലൊക്കെ അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചു എന്ന് കേട്ടു. ഏതായാലും ആ മൗലവിയോടും മൗലവി കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട്, അതല്ല എങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിനോട് ബന്ധപ്പെട്ട ആളുകളോട് നാം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. തറാവീഹ് നമസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സംവാദം നടത്താൻ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തയ്യാറാണ്. അത് നിങ്ങളതിന് തയ്യാറാണ് എങ്കിൽ എത്രയും വേഗം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അഡ്മിന്മാരുമായി ബന്ധപ്പെടുക. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കൽ അത് ബിദ്അത്തല്ല. അതാ അത് 20 റക്അത്ത് നിസ്കരിക്കൽ ബിദ്അത്തല്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു സംവാദം ആകുമ്പോ ഒരു സംവാദം ആകുമ്പോ അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കേണ്ടി വരുമല്ലോ. അപ്പൊ ആ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം. വളരെ മാന്യമായ രീതിയിൽ തന്നെ നമുക്ക് സംവാദം നടത്തുകയും ചെയ്യാം. അത് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ വക സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് വന്ന അതിഥികളാണ് എന്ന മാന്യതയോടുകൂടി തന്നെ നിങ്ങൾക്ക് അവസരം നൽകുന്നതായിരിക്കും. നിങ്ങളെക്കാളും അധികം ഞങ്ങളൊരു അവസരം ഉപയോഗിക്കുകയില്ല. വളരെ നീതിയോടുകൂടിയുള്ള ഒരു സമീപനമായിരിക്കും നമ്മൾ സ്വീകരിക്കുക. അത് നിങ്ങൾക്കെല്ലാവർക്കും ഈ റൂമിനെ കുറിച്ച് അറിയുന്നതുമാണ്. ഇനി അതല്ല, ഇവിടെ വെച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിലും വേണ്ട നമ്മുടെ റൂമിലും വേണ്ട ഒരു പ്രൈവറ്റ് റൂം തുറന്ന് അതിൽ വെച്ച് സംവാദം നടത്തുകയും എന്നിട്ട് നമ്മുടെ 2 കൂട്ടരുടെയും റൂമിൽ അത് പിന്നെ ലൈവായി കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഏതായാലും ശരി, നമ്മളതിന് തയ്യാറാണ്. നിങ്ങളിൽപ്പെട്ട ആര് വന്നാലും വേണ്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തയ്യാറാണ് എന്ന് ഔദ്യോഗികമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് സംവാദം നടത്തിയാൽ എന്തുണ്ട് ചണ്ട, അതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഈ വക വിഷയങ്ങൾ കിതാബുകളിൽ നിന്നും കൂടുതൽ പിന്നെ അവഗാഹം നേടാത്ത പൊതുജനങ്ങളായ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവർക്ക് സത്യം മനസ്സിലാക്കാൻ അത് സഹായകമാകും. 2 കൂട്ടരും അവരവരുടെ തെളിവുകളൊക്കെ നിരത്തുക. അപ്പോൾ പൊതുജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ ഇത് ആര് പറഞ്ഞതാണ് ശരിയെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിന് തയ്യാറുണ്ടെങ്കിൽ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അതിന് തയ്യാറാവാതെ സംവാദത്തിന് ഇപ്പൊ നമ്മൾ ഔദ്യോഗികമായിട്ട് സംവാദത്തിന് തയ്യാറാന്ന് പറഞ്ഞല്ലോ. ഇനി തയ്യാറാവാതെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുടുകുടുന്നില്ല, അതൊരു രസമില്ലാത്ത പരിപാടി അല്ലേ? അത് രസമില്ലല്ലോ അല്ലേ? നമ്മൾ അത് സംബന്ധമായി വളരെ നീതിപൂർവമായ രീതിയിലുള്ള ഒരു സംവാദത്തിന് നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു, വളരെ മാന്യമായിട്ട്. അത് നമ്മുടെ റൂമിൽ തന്നെ വെച്ചാവണമെന്ന് നമുക്ക് വാശിയില്ല എന്നും പറഞ്ഞു.
നമുക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ചാവാം, അതിന്റെ ലൈവ് 2 കൂട്ടരുടെയും റൂമിൽ കൊടുക്കുകയും ചെയ്യാലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എങ്ങനെ ഈ അതൊന്നും പറയുന്നത് ഒരു ഭംഗിയുള്ള കാര്യമല്ല എന്നുകൂടി അവരെ നമ്മൾ അറിയിക്കുകയാണ്, ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുകയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, എന്റെ വലിയുപ്പ വീണു കാലിന്റെ എല്ല് പൊട്ടി ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. കണ്ണ് കാണാത്ത ഉപ്പ ആരെയും സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ 4 മാസത്തേക്ക് നടക്കാനാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഉസ്താദ് ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയുപ്പാക്ക് എത്രയും വേഗം പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫ പ്രദാനം ചെയ്ത് ആ പഴയ അവസ്ഥയിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവരട്ടെ. സെഹത്തോടുകൂടി ആഫിയത്തോടുകൂടി അള്ളാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ഖിയാമുൽ ലൈൽ എന്ന പേരിൽ അവസാന 10 ഇവിടെ നിസ്കരിക്കുന്ന നിസ്കാരം, ഇവിടെ എല്ലാ കൊല്ലവും ഇത് ചർച്ച ആകുന്നുണ്ട്. സൗദിയിൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. തറാവീഹ് ഇശാക്ക് ശേഷം നിസ്കരിച്ചവർ പിന്നെ രാത്രി 1 മണിക്ക് ശേഷം പള്ളികളിൽ തുടങ്ങുന്ന ഈ നിസ്കാരത്തിന് എന്ത് നിയ്യത്ത് ചെയ്യണം എന്നാണ് സാധാരണ ഉണ്ടാവാറുണ്ടല്ലേ. ഇപ്പൊ ഈ മറാത്തിലുണ്ട്, ഇവിടൊക്കെയുണ്ട്. ഈ പിന്നെ റംളാനിലെ അവസാനത്തെ 10 രാത്രി ആയാല് ഒരു പാതിരാ സമയത്ത് ഒരു നിസ്കാരം നിസ്കരിക്കും. 11 റക്അത്ത് നിസ്കരിക്കല് ആണ്. അതിലിപ്പോ ഏത് രീതിയിലാണ് തുടരുക എന്നുള്ളതാണ്. അത് തുടരല് സാധാരണ ഇശാ നിസ്കാരത്തിന് ശേഷം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച ആളാണെന്ന് വിചാരിക്കുക. ഇശാ നിസ്കാരത്തിന് ശേഷം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരിക്കുന്ന അങ്ങനത്തെ ആളാണെങ്കിൽ അതിൽ ആ രാത്രി നടക്കുന്ന ആ നിസ്കാരത്തിൽ പിന്നെ വിത്റിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് അയാൾക്ക് തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. വിത്റിന്റെ നിയ്യത്ത് വെക്കുക. വിത്ർ 11 റക്അത്ത് ഉണ്ടല്ലോ, അത് 11 റക്അത്താണെങ്കിൽ ആ 11 റക്അത്തിന് വിത്റിന്റെ നിയ്യത്തോടു കൂടി അതിന് കൂടുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നല്ലത് എന്താ തറാവീന്റെ ശേഷം വിത്ർ നിസ്കരിക്കാതിരിക്കുക. തറാവീന്റെ ശേഷം വിത്ർ നിസ്കരിക്കാതിരിക്കുക. എന്നാ പിന്നെ ഈ ഇതിലെന്ത് ചെയ്യാ, പിന്നെ വിത്ർ 11 റക്അത്തും വിത്റിന്റെ നിയ്യത്തോടു കൂടിയാണ് നിസ്കരിക്കുക. അപ്പൊ 20 റക്അത്ത് തറാവീഹായി അല്ലെ, 11 റക്അത്ത് വിത്റുമായി, എല്ലാം പൂർണ്ണമായി. അങ്ങനെ ആവാം. ഇനി തറാവീഹ് ആദ്യം 20 റക്അത്ത് നിസ്കരിക്കാത്തവരുണ്ടാവും, ചിലപ്പോ 8 റക്അത്തൊക്കെ നിസ്കരിച്ചവരുണ്ടാവും അല്ലെ. 8 റക്അത്ത് നിസ്കരിച്ച് പിന്നെ വിത്റും നിസ്കരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. 8 റക്അത്ത് പിന്നെ തറാവീഹ് നിസ്കരിച്ച് 3 റക്അത്ത് വിത്റും നിസ്കരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചിലവര്. എന്നാലോ അങ്ങനത്തെ ആളുകൾ ആ തറാവീഹ് നിയ്യത്തോടു കൂടി അതിൽ തുടരാം. ഏത് രാത്രി 1 മണിക്ക് നടക്കുന്ന നമസ്കാരം ഉണ്ടല്ലോ, അതിൽ തറാവീഹ് നിയ്യത്തോടു കൂടി. അപ്പൊ അവിടെ 10 റക്അത്തിൽ അത് കൂടുക. 10 റക്അത്തില് തറാവീഹ് നിയ്യത്തോടു കൂടി അതിൽ നിസ്കരിക്കുക. അപ്പൊ 10 റക്അത്തും ആദ്യം നിസ്കരിച്ച് 8 18 അല്ലേ. ഇനി 2 റക്അത്തും കൂടി അല്ലേ. അത് തന്നെ ആ വിത്തറിൽ കൂടെ അവസാനം അയാളൊരു വിത്തർ നിസ്കരിക്കുമല്ലോ അല്ലെ, 1 റക്അത്ത് വിത്തർ നിസ്കരിക്കുമല്ലോ. അതിൽ അയാൾ 2 റക്അത്ത് തറാവീഹ് നിയ്യത്തോടു കൂടി തുടരുക. എന്നിട്ട് അയാൾ 1 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾ സലാം മുട്ടും അല്ലേ. അപ്പോൾ സലാം മുട്ടിയതിനു ശേഷം ഇയാൾ 1 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ അയാൾക്ക് അപ്പോ എന്തായി 12 റക്അത്തായി. 12 ആദ്യം നിസ്കരിച്ച് കിട്ടും. അപ്പൊ 20 ആയി അല്ലെ. മനസ്സിലായല്ലോ അല്ലെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി അതിന്റെ ഇടയില് അയാള് കുനൂത്ത് ഓതിക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. തറാവീഹ് നിസ്കാരത്തില് വിത്ർ നിസ്കരിക്കുന്ന ആളോട് പിന്നെ തുടർന്നുകൊണ്ട് തറാവീഹ് നിസ്കരിച്ച് അയാള് അതിലെന്ത് ചെയ്ത് കുനൂത്തോതി ആ കുനൂത്തോതിനോണ്ട് ഇയാൾക്ക് ആമീൻ ചെല്ലുന്നത് കൊണ്ടൊന്നും വിരോധമൊന്നുമില്ല. എന്തെങ്കിലും ആരും കേൾക്കുന്നവർ വളരെ കുറവാണ്. എന്തൊരു ഒരു 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 ഇതൊന്നൊക്കെ ഒരു പറയുമ്പോ ഒരു ഉന്മേഷമില്ലാത്തത്. എന്നായിക്കോട്ടെ, കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഓക്കെ. എന്താ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, അത് തഹജ്ജുദ് ആണെങ്കിലോ എന്നല്ലേ. തഹജ്ജുദ് നിസ്കാരം പിന്നെ അത് ജമാഅത്ത് ശറഅക്കപ്പെടാത്ത നിസ്കാരം. തഹജ്ജുദ് നിയ്യത്തോടു കൂടി നിസ്കരിക്കുകയാണെങ്കിലേ, തഹജ്ജുദ് നിയ്യത്തോടു കൂടി നിസ്കരിക്കാൻ വിരോധമൊന്നുമില്ല. തഹജ്ജുദ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തഹജ്ജുദ്. സുന്നത്ത് നിസ്കാരം 2 തരമുണ്ടല്ലോ. ജമാഅത്ത് ശറഅക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരമുണ്ട്, ജമാഅത്ത് ശറഅക്കപ്പെടാത്തതുണ്ട്. ജമാഅത്ത് ശറഅക്കപ്പെടാത്ത സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അപ്പൊ തഹജ്ജുദ് എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കൊണ്ട് വിരോധം ഇല്ല. ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കാൻ പറ്റായൊന്നുമില്ല. പക്ഷെ ജമാഅത്ത് സുന്നത്തില്ല എന്ന് മാത്രം. പക്ഷെ തഹജ്ജുദ് സഹിയാവണി എന്ത് വേണം, രാത്രി ഉറങ്ങണം. രാത്രി ഉറങ്ങി എഴുന്നേറ്റവരാണ് ആ 1 മണിക്ക് ഉള്ള നിസ്കാരത്തിൽ ഇനി തഹജ്ജുദ് നിയ്യത്തോടു കൂടി നിസ്കരിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ തഹജ്ജുദ് നിസ്കാരം ജമാഅത്ത് ശറഅക്കപ്പെടാത്ത സുന്നത്ത് നിസ്കാരമാണ്.
അപ്പോൾ 23 നിസ്കരിച്ചവരോ എന്നുള്ള ചോദ്യമുണ്ട്. ആദ്യം 23 നിസ്കരിച്ചവരോ? അതിനിപ്പോ ഞാൻ പറഞ്ഞല്ലേ, ആദ്യം 23 നിസ്കരിച്ച കൂട്ടരാണ് നിൽക്കുക. ആദ്യം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അങ്ങനെ കൂട്ടുണ്ടാവൂല അല്ലേ? ഓ, സംസ്കാരം കഴിഞ്ഞ ഉടനെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു, 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അങ്ങനത്തെ എന്താ ചെയ്യേണ്ടത് എന്നല്ലേ? ഇത് തുടരുകയാണെങ്കിൽ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? അയാൾ പള്ളിയിൽ പോയിട്ട് 1 റക്അത്ത് കൊണ്ട് നിസ്കരിക്കുക. ആദ്യം ആ ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് 1 റക്അത്ത് നിസ്കരിക്കുക. അത് ഷാഫി മദ്ഹബിലെ പ്രബലമല്ലാത്ത മറ്റൊരു അഭിപ്രായമാണത്. ഷാഫി മദ്ഹബിലെ മറ്റൊരു അഭിപ്രായമാണിത്. ആദ്യം വിത്ർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ വിത്റിനെ ഷഫ്ആക്കുക. ആദ്യം 3 റക്അത്തോളം നിസ്കരിച്ചത് വിത്റിലെ അയാൾ പോയിട്ട് 1 റക്അത്ത് കൊണ്ട് നിസ്കരിക്കുക. അപ്പൊ എന്തായി? അപ്പം 4 റക്അത്തായി അല്ലേ? അപ്പം 4 ആയി. പിന്നെന്ത് ചെയ്യാ? ഈ ഇമാമിനോട് കൂടി 6 റക്അത്ത് നിസ്കരിക്കുക അല്ലേ? അപ്പൊ എന്തായി? 6 4 10 ആയി. പിന്നെ 1 റക്അത്ത് കൂടി ഇയാൾക്ക് വിത്റിൽ ബാക്കിണ്ടല്ലേ? പിന്നെ ആ 1 റക്അത്ത് ഇമാമിന്റെ അവസാനത്തെ റക്അത്തിൽ ഇമാമിൻ തുറന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കോ എങ്ങനെയും പിന്നെ നിസ്കരിക്കുക. വിത്ർ അവസാനം 1 റക്അത്ത് കൂടി നിസ്കരിക്കുക. അത് ഷാഫി മദ്ഹബിലെ മറ്റൊരു അഭിപ്രായമാണ്. ലാ വിത്രാനി ഫീ ലൈലാന്നുണ്ട്, ഒരു രാത്രി 2 വിത്ർ ഇല്ലാന്നുണ്ട്. പക്ഷെ അതല്ല, ആ വിത്റിനെ ഷഫ്ആക്കിക്കൊണ്ട് അവസാനം വിത്ർ നിസ്കരിക്കുക, അങ്ങനെയും പറ്റും എന്നും നമ്മുടെ കിതാബുകൾ കാണാം. അപ്പൊ അങ്ങനെയും ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് അലവിക്കുട്ടി ഹുദവി വന്നാ? ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഹുദവി എത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണേ. അദ്ദേഹം UAE സമയം 12 മണിക്കാ, 12 AM. കാരണം അദ്ദേഹം എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. 13,000 14,000 റിയാലിന്റെ സാധനം ഉണ്ടാകും. റെഡി ക്യാഷിന്റേത്, ബാക്കി ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിന് സക്കാത്ത് കൊടുക്കണ്ടല്ലോ എന്നല്ല, കൊടുക്കണം. സൗദിയിൽ ജിദ്ദയിൽ ആണ് കട നിൽക്കുന്ന സ്ഥലത്ത് ഉള്ളവർക്ക് തന്നെയാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? നാട്ടിലേക്ക് അയക്കാൻ പറ്റുമോ? 13,000 14,000 ഉറുപ്പികയുടെ സാധനമാണ് ആ മൊബൈൽ ഷോപ്പിൽ ഉള്ളത്. അതിൽ കുറെ പിന്നെ റെഡി ക്യാഷ് പൈസ പിന്നെ കുറെ കടം ഉള്ളതുമാണ്. കടാണെങ്കിൽ ശരി, അതുകൊണ്ട് എന്നൊക്കെ സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? ഉദാഹരണം പറയുകയാണെങ്കിൽ 14,000 ഉറുപ്പികയുടെ ചരക്ക് ആ കടയിലുണ്ട്. അതിൽ 10,000 ഉറുപ്പികയുടെ മൊബൈലിന്റെ പൈസ ശരിക്കും റെഡി ക്യാഷ് കൊടുത്തിക്കണ്. ബാക്കി 4,000 ഉറുപ്പികയുടെ മൊബൈലിന്റെ പൈസ ഇനി കൊടുക്കാനാണ്. എന്നാലോ ആ കൊടുക്കാനുള്ളതിന് സക്കാത്ത് കൊടുക്കണം. എന്താണ് കാരണം ചെണ്ട? ആ കൊടുക്കാനുള്ള മൊബൈലും ഇയാൾക്ക് മിൽക്കാക്കി കൊടുത്തിട്ടുള്ള ഇയാൾക്ക് ഉടമയാക്കി കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഉടമയാക്കി കൊടുത്തുകൊണ്ടാണല്ലോ ഇയാൾക്ക് അതിൽ കച്ചവടം ചെയ്യാനൊക്കെ പറ്റുന്നത്. ഉടമയില്ലാത്ത സാധനത്തിൽ കച്ചവടം സഹിയാവില്ലോ. അപ്പൊ ആ മൊബൈൽ കടയിലുള്ള എല്ലാ സാധനവും അയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അയാളുടെ ഉടമസ്ഥതയിലുള്ളത് കാരണമാണ് അയാൾക്ക് അതെല്ലാം വിൽക്കാനും അതിന്റെ പൈസ അതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് അയാളുടെ സ്വത്ത് ആയതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ മുഴുവൻ സക്കാത്ത് അയാൾ കൊടുക്കുക. അപ്പൊ ഒരു വർഷം പൂർത്തിയായി. അങ്ങനത്തെ ഇത് ആകെ ആ കടയിൽ എത്ര ഉറുപ്പിന്റെ ചരക്കുണ്ട് നോക്കുക. അപ്പൊ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് കട എവിടെയുള്ള വെച്ചാൽ അവിടെ കൊടുക്കണം. നാട്ടിൽ കട അയക്കാനും പറ്റൂല. ആ കട എവിടെയാ ഉള്ളത് എങ്കിൽ അവിടെയുള്ള സക്കാത്തിന്റെ അവകാശികൾക്കാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ സക്കാത്തിന്റെ അവകാശികൾ ഇല്ല എങ്കിൽ മാത്രമേ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റൂ. പിന്നെ 100 റിയാലിന് 25 റിയാൽ അല്ല, 1000 റിയാലിന് 25 റിയാൽ ആണല്ലോ. ഞാൻ മൊത്തത്തിൽ 400 റിയാൽ 2 ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. 200 കുറച്ച് കൂടുതൽ കൊടുക്കാറുണ്ട്. 1000 റിയാലിന് എത്ര? 14,000 ഇതില്ലേ? 1000 റിയാലിന് 25 റിയാല്, 25 റിയാല്, പിന്നെ 4,000 ഉണ്ട്. അപ്പോ അല്ല, അപ്പൊ 10,000 റിയാലിന് 250 അല്ലേ? 250 പിന്നെ 225 അപ്പൊ 300 റിയാലാണ് ആൾ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ 400 റിയാൽ ആൾ സക്കാത്ത് കൊടുക്കുന്നു. അതുകൊണ്ട് വിരോധമില്ല, കൂടുതൽ കൊടുക്കണമെങ്കിൽ വിരോധമില്ല. പക്ഷെ നിങ്ങൾ 2 ആൾക്ക് 200 കൊടുത്താൽ സഹിയാവൂല. അങ്ങനെ പറ്റൂല. ആ മഹല്ലിലെ സക്കാത്തിന്റെ എല്ലാ സിൻഫിനും സമമായി എന്ത് ചെയ്യണം?
ഓഹരി വെക്കണം. ഒരു സിൻഫിലെ വിവിധ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കട നിൽക്കുന്ന ആ മഹലിൽ, നിങ്ങളുടെ മൊബൈൽ കട നിൽക്കുന്ന ആ മഹലിൽ പിന്നെ ഫക്കീർ എന്ന സിൻഫ് 8 വിഭാഗമുള്ള സക്കാത്തിന്റെ അവകാശികൾ. ആ 8 വിഭാഗത്തിൽ ഫക്കീർമാരുണ്ട്, മിസ്കിന്മാരുണ്ട്, കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, പിന്നെ ഇനി പറയുകയാണെങ്കിൽ ഇപ്പം പുതു ഇസ്ലാമികളുണ്ട് വിചാരിക്കും. 4 വിഭാഗം അവിടെ നിന്ന് വിചാരിക്കത്തോളി. വേറെ 4 വിഭാഗം അവിടെ ഇല്ല. പക്ഷെ അയാൾ ആ മഹലിൽ 4 വിഭാഗമുണ്ട്. ഫക്കീർമാരും മിസ്കിന്മാരും കടം കൊണ്ട് വലഞ്ഞവരും പുതു ഇസ്ലാമികളും, അങ്ങനെ 4 വിഭാഗം ഉണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ ഈ 300 ഉറുപ്പികളെപ്പാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, 300 റിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ 4 വിഭാഗത്തിനും സമമായി ഓഹരി വെക്കണം. അതായത് ഫക്കീർ എന്ന വിഭാഗത്തിന് 75, 300നെ 4 75 അല്ലേ, 4 വിഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഫക്കീർമാർക്ക് 75, മിസ്കീന്മാർക്ക് 75, കടം കൊണ്ട് വലഞ്ഞവർക്ക് 75, പൊതു ഇസ്ലാമികൾക്ക് 75. ഇങ്ങനെ 4 വിഭാഗത്തിനും സമമായി ഓഹരി വെക്കണം. ഇനി ഈ ഫക്കീർമാരിൽ തന്നെ പലരും ഉണ്ടാവും അല്ലേ, കുറെ ഫക്കീർമാരുണ്ടാവുമല്ലോ അല്ലേ. അതിൽപ്പെട്ട ഓരോ വിഭാഗത്തിനും ചുരുങ്ങിയത് 3 ആൾക്കെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ 3 ആൾക്കെങ്കിലും കൊടുക്കണം. ഒരു വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 ആളുണ്ടെങ്കിൽ 3 ആൾക്കെങ്കിലും കൊടുക്കുക. അപ്പൊ ഫക്കീർമാർക്ക് നീക്കി വെച്ചത് 75 ഉറുപ്പിയാണ്, 75 റിയാല. അത് 3 ഫക്കീർമാർക്ക് സമമായി കൊടുത്തോളം എന്നില്ല. 3 ഫക്കീർമാർക്ക് 25 ഞാൻ കൊടുത്തോളന്നില്ല. ഒരു ഫക്കീറിന് എന്ത് ചെയ്ത് ഒരു 50 കൊടുത്ത്, വേറെ ഫക്കീറിന് 15 ഉറുപ്പ് കൊടുത്ത്, വേറെ ഫക്കീറിന് 10 ഉറുപ്പ് കൊടുത്ത്, അങ്ങനെ പറ്റും. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി സമമായിട്ടും കൊടുക്കാം, സമമല്ലാതെയും കൊടുക്കാം. അപ്പൊ ഒരു വിഭാഗത്തിലെ വ്യക്തികൾക്ക് സമമായിട്ടും കൊടുക്കാം, സമമല്ലാതെയും കൊടുക്കാം. വിഭാഗങ്ങൾക്ക് ഓഹരി ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കണം എന്ന്. ഇനി നമ്മുടെ മിസ്കിന്മാർക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നു എന്ത് 75 ഉറുപ്പ്യ അല്ലെ, 75. ആ മിസ്കിന്മാരിൽ 3 മിസ്കിന്മാർക്ക് സമമായിട്ട് കൊടുക്കണം, വേണ്ട. ഒരാൾക്ക് 30, ഒരാൾക്ക് 40, ഒരാൾക്ക് 5, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതെങ്ങനെയും ആവാം. അപ്പോ ആ മഹല്ലിലുള്ള സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ എത്ര വിഭാഗങ്ങളാണുള്ളത് അവർക്ക് സമമായിട്ട് നീക്കി വെക്കണം. പക്ഷെ ഒരു വിഭാഗത്തിലെ വ്യക്തികൾക്ക് സമമായി കൊടുത്തോളണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണോ? ഈ പറഞ്ഞ മനസ്സിലാക്കണ? രണ്ടാൾക്കേ മനസ്സിലായിട്ടുള്ളൂ, 3-4 ആൾക്കാർക്ക് മനസ്സിലാക്കണില്ലേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. പിന്നെന്താ പറഞ്ഞത്? പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തറാവീഹ് നിസ്കാരത്തിൽ ഇമാം 2 റക്അത്തിൽ അത്തഹിയാത്തിന് ഇരിക്കാതെ നിന്ന് ഖിയാമിലേക്ക് പോയി, മഅ്മൂം സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഇമാം ഇരുന്നു അത്തഹിയാത്ത് ഓതി സലാം വീട്ടി ശേഷം സുജൂദ് ചെയ്തു. ഇത് ശരിയാണോ? സലാം വീട്ടിയിട്ടാണോ സഹിവിന്റെ സുജൂദ്? അതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ അയാൾ ചിലപ്പോ സലാം വീട്ടിയിട്ട് അങ്ങനെ മദ്ഹബുണ്ട്. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. നമ്മുടെ മദ്ഹബിൽ സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹിവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത്. നേരെ മറിച്ച് വേറെ ചില മദ്ഹബിൽ നിസ്കാരത്തിൽ കുറവ് സംഭവിച്ചതിന്റെ പേരിലാണ് ഈ സലാമിന്റെ മുമ്പും അധികം ചെയ്തതിന്റെ പേരിലാണ് ഈ സലാമിന്റെ ശേഷം അങ്ങനെ പറയുന്ന മദ്ഹബും ഉണ്ട്. ചിലപ്പോൾ അയാൾ ആ മദ്ഹബുകാരനായിരിക്കും. അയാൾ അധികാളാ ചെയ്തതില്ലേ, 3 റക്അത്ത് നിസ്കരിച്ച ആള് 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നത്, അപ്പൊ അധികമാണ് ചെയ്തത്. അപ്പൊ സലാമിന്റെ ശേഷം പിന്നെ സൈവിന്റെ സുജൂദ് ചെയ്യുക എന്ന മദ്ഹബുകാരനായിരിക്കാം അദ്ദേഹം. അപ്പൊ അതാണ് ചെയ്യണത്. പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കാരത്തിന്റെ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം എന്ത്? നിസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് അതെ. ഖിയാമുൽ ലൈൽ ഷാഫി മദ്ഹബ് പ്രകാരം ഖിയാമുൽ ലൈൽ പറഞ്ഞാലേ തഹജ്ജുദ് നിസ്കാരത്തിനാണ് പറയാം. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ പറയാം. അത് രാത്രി ഉറങ്ങിയ ശേഷം നിന്നങ്ങനെ നിസ്കരിക്കന്നെ അതിന് ഖിയാമുൽ ലൈൽ പറയും. ഇനി ഖിയാമു റമളാൻ സാധാരണ പറയാം. അത് തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ചൊക്കെയാണ് ഖിയാമു റമളാൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ തറാവീഹ് നിസ്കാരത്തിൽ ഇപ്പൊ എന്താ നിയ്യത്ത്? തറാവീഹ് നിസ്കാരത്തിൽ തറാവീഹ് നിസ്കാരം തന്നെ നിയ്യത്ത് വെക്കുക, അല്ലെങ്കിൽ ഖിയാമു റമളാൻ അല്ലേ എന്നൊക്കെ നിയ്യത്ത് വെക്കാം. ഒരു റേഡിയോ ശ്രോതാവ് വിളിച്ചിരുന്നു, ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിനും സ്വാലിഹ സന്താനത്തിനും വേണ്ടിയും മാതാപിതാക്കൾ അസുഖമാണ്, ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ.
ഈ വിശുദ്ധ റമദാന്റെ ബർക്കത്തുകൊണ്ട് ഈ പ്രസവത്തിൽ അവർക്ക് അല്ലാഹു തആല സ്വാലിഹായ ദീനിനും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും ഉപകരിക്കുന്ന നല്ലൊരു കുട്ടിയെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിതാക്കൾക്ക് അള്ളാഹു ശിഫയും അള്ളാഹുവിന് ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഞാൻ 70,000 ദിക്ർ ചൊല്ലുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അത് തുടർന്നു. എന്റെ ചോദ്യം, റമദാനിലെ ദിക്ർ ഒന്നും ചൊല്ലാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. 70,000 ദിക്ർ പിന്നെ ചൊല്ലുന്നതാണോ ഉത്തമം? റമദാൻ ഓരോ ഇതുണ്ടല്ലോ, ഓരോ റാത്തിബായ ദിക്റുകളുണ്ട്. ആ സമയത്ത് അത് ചെല്ലലാണ് ഏറ്റവും ഉത്തമം. അതുണ്ട്. ഉദാഹരണം പറയാൻ, നിസ്കാരത്തിന് ശേഷം ഇപ്പൊ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നതിനാണോ ഖുർആൻ ഓതുന്നതിനാണ് കൂടുതൽ കൂലി? അത് ഖുർആൻ ഓതുന്നതിനാണ് കൂലി. എന്നാൽ ഒരാൾ ഫർദ് നിസ്കാരം കഴിഞ്ഞ ശേഷം ഖുർആൻ ഓതുകയാണെങ്കിലോ അവിടെ അതല്ല. കാരണം ഫർദ് നിസ്കാരത്തിന് ശേഷം വാരിദായതാണ് ഇത്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ഒക്കെ അതാ സമയത്ത് വാരിദായതാണ്. അപ്പൊ ആ സമയത്ത് അത് ചെല്ലുന്നതിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് ചെല്ലണതിനാണ്. നേരെ മറ്റു ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയില്ലേ, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഖുർആന്റെ 1/3 ഭാഗം ഓതിയ കൂലിട്ട്. ഫർദ് നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. എന്നാൽ ഒരു ഖത്തം ഓതിയ ഒരു ഖുർആൻ മുഴുവൻ ഓതിയ കൂലിട്ടല്ലോ. എന്നാൽ അതല്ല നല്ലത്, അതല്ല. അതിനേക്കാളും ഉത്തമം സുബ്ഹാനല്ലാഹ് 33 ചെല്ലുക, അൽഹംദുലില്ലാഹ് 33 ചെല്ലുക. കാരണം അത് വാരിദായതാണ്. അത് ആ വിഷയത്തിൽ ഇത്തിബാഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റലുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അപ്പൊ 70,000 ദിക്ർ ചെല്ലിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ അതൊക്കെ വിശുദ്ധ റമദാനിൽ ചെല്ലൽ പ്രത്യേകമായ സുന്നത്തായ ഇത് ചെല്ലലാണ് അതിൽ ഏറ്റവും ഉത്തമം. അത് മാത്രമല്ല, ഓരോ സമയത്തും പ്രത്യേകമായി ചെല്ലൽ സുന്നത്തായ അദ്കാറുകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചെല്ലലാണ് അവിടെ ആ സമയത്ത് ഏറ്റവും ഉത്തമം. അതല്ലാത്ത സമയത്താണ് മറ്റ് അദ്കാറുകളൊക്കെ ചെല്ലൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ എന്റെ ഉമ്മയുടെ സഹോദരി സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്. ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി അല്ലാഹു തആലയുടെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അലവിക്കുട്ടി ഹുദവി ഉസ്താദ് പുറത്തു പോയിട്ടുണ്ട്. അതിയില്ല, എത്തിയാൽ ക്ലാസ്സിൽ എത്തും ഇൻഷാ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ഇൻഷാ അള്ളാഹ്. അദ്ദേഹത്തിന് ചിലപ്പോഴേ അദ്ദേഹത്തിന്റെ ജോലി അങ്ങനത്തെ ജോലിയാണ്. പെട്ടെന്ന് കാരണം വിളിക്കല്, പെട്ടെന്ന് ഇപ്പം വരാൻ ചെല്ലാൻ പറഞ്ഞാല് അപ്പം പോകണം അദ്ദേഹത്തിന്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജോലിന്റെ സ്വഭാവം. അപ്പൊ അവന്റെ വിഷയത്തിൽ പോയതായിരിക്കാം ചിലപ്പോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു സ്വലാത്ത് ഒരു സ്ഥലത്ത് നജസുണ്ട്. ആ നജസ് ഉണങ്ങി എന്നിട്ട് അതിന്റെ മുകളിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കാമോ? അതൊന്നുമില്ല, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ നജസിന്റെ മേലെ ഒരു സാധനം ഇട്ട് ആ സാധനത്തിന്റെ മേലേക്ക് ആ നജസ് വരുന്ന ആ നജസിന്റെ അടയാളം വരും ചെയ്യൂല നിൽക്കുക. എന്നാ നിസ്കരിക്കാതുകൊണ്ട് വിരോധമില്ല. ഇനി ഉണങ്ങിയ നജസ് പച്ച നജസ് തന്നെയാണ്. പക്ഷെ ആ നജസിന്റെ മേലെ എന്തെങ്കിലും വല്ല പലകയോ മറ്റൊക്കെ ഇട്ട്, എന്നാലോ ആ പലകന്റെ അടിയുള്ള നജസ് ഇങ്ങോട്ട് മേലേക്ക് വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പലന്റെ മേലെ നിസ്കരിക്കുകയോ ചെയ്യാം. നേരെ മറിച്ച് ആ നജസിന്റെ പച്ച നജസാണ്, അതിന്റെ മേലെ വല്ല ശീലി വിരിച്ചുകൊണ്ടാണ്. എന്നാൽ ആ പച്ച ആയതുകൊണ്ട് ആ ശീലന്റെ മുകൾ ഭാഗത്തേക്ക് ആ നജസ് വരും. അപ്പൊ പറ്റൂല. നേരെ മറിച്ച് ഉണങ്ങിയതാണ്, അപ്പൊ അതിന്റെ മേലെ ശീല വിരിച്ചു. അപ്പോൾ ആ ശീലന്റെ മുകൾ ഭാഗത്തേക്ക് ആ നജസിന്റെ അടയാളങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അതിന്റെ മേലെ നിന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഉസ്താദെ, ഞങ്ങൾ സ്ത്രീകൾക്ക് റമദാനിൽ നഷ്ടപ്പെടുന്ന നോമ്പ് ഖളാ വീട്ടുമ്പോൾ ശവ്വാലിലെ 6 നോമ്പ് നോറ്റതിന് ശേഷമാണോ അതോ ഖളാ ആയ നോമ്പ് വീട്ടിയതിന് ശേഷമാണോ 6 നോമ്പ് എടുക്കേണ്ടത്? മൊത്തത്തിലൊരു കണക്കുണ്ട്. ഈ സുന്നത്ത് അസുല് സുന്നത്ത് കിട്ടണമെങ്കിലേ അസുല് സുന്നത്ത് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ 6 റമളാൻ മാസത്തില് അത് അടുത്ത റമളാന്റെ മുമ്പായിട്ട് എങ്ങനെ ചെയ്യാം? അടുത്ത റമളാന്റെ മുമ്പായി കൊണ്ട് നോമ്പ് ഇതോട് കൂടിയ ഖളാ ആയതാണ്. ഇതോട് കൂടിയ ഖളാ ആയ നോമ്പാണ്. അത് അടുത്ത റമളാന്റെ മുമ്പായിട്ട് നോറ്റി കൂട്ടിയാൽ മതി. അതുകൊണ്ട് വിരോധമില്ല. അപ്പോ ഈ നോമ്പ് ഖളാ വീട്ടാൻ നിന്നാൽ 6 നോമ്പ് നഷ്ടപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ 6 നോമ്പ്
ആദ്യം നോൽക്കുക, അതിനുശേഷം ഫർളായ നോമ്പ് ഖളാ വീട്ടലാണ് നല്ലത്. ഇനി അതല്ല അസ്ലു സുന്നത്ത് കിട്ടുക നിൽക്കുക, അതിന്റെ പൂർണ്ണമായ ശ്രേഷ്ഠതല്ല. അസ്ലു സുന്നത്ത് ശവ്വാലിൽ 6 നോമ്പ് നോറ്റു എന്ന പരിഗണന ലഭിക്കണമെങ്കിൽ ഇനി ഫർള് നോമ്പ് ഖളാ വീട്ടി നിൽക്കുക, എന്നാലും ആ പരിഗണന ലഭിക്കും. പൂർണ്ണമായ പ്രതിഫലം കിട്ടും എന്നല്ല ഈ പറഞ്ഞത്. പൂർണ്ണമായ അതിന്റെ ഫലം ഉണ്ടല്ലോ, പൂർണ്ണമായ സവാബ് അത് ലഭിക്കണമെങ്കിൽ പിന്നെ 6 നോമ്പ് നോൽക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തന്നെ സുന്നത്ത് നോമ്പ് നോൽക്കുക. അപ്പോൾ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക. ഇനി അതല്ല, ഒരാൾക്ക് റംസാനിലെ നോമ്പ് ഖളായി, ആ ഖളായ നോമ്പ് എന്ത് ചെയ്യാണ്, അവൻ ചൊവ്വാലിൽ നോറ്റ് വിട്ടുകയാണ്. അപ്പൊ അസ്ലു സുന്നത്ത് ചൊവ്വാലിൽ 6 നോമ്പ് നോൽക്കാൻ വേണ്ടി സുന്നത്ത് കൊണ്ടുള്ള ഒരു കൽപ്പന ഉണ്ടല്ലോ അല്ലെ, ആ കൽപ്പന സ്വീകരിച്ചവനായി പരിഗണിക്കപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സാധിക്കുകയാണെങ്കിൽ ഈ പിന്നെ ഈ നോമ്പ് ഖളാ വീട്ടാനും സാധിക്കും, 6 നോമ്പ് നോൽക്കാനും സാധിക്കും നിൽക്കുക ഏത് ചൊവ്വാലില്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, 6 നോമ്പാണ് നോൽക്കാനല്ലേ, 6 നോമ്പ് നോൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി നോമ്പ് ഖളാ വീട്ടുക. കാരണം ഈ നോമ്പ് ഖളാ വീട്ടാണെങ്കിൽ അവർ ഇനിയുണ്ട്, അടുത്ത റംസാനുമായിട്ട് ഖളാ വീട്ടിയാൽ മതിയല്ലോ. സാധിക്കാത്ത സ്ത്രീയാണ് എങ്കിൽ അല്ലെ, 2 കൂടി സാധിക്കാത്ത സ്ത്രീയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ, നോമ്പായിട്ട് ഖളാ വീട്ടുക. എന്നാൽ 6 നോമ്പ് ഈ ചൊവ്വാലില് നോറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ അസ്ൽ സുന്നത്ത് ലഭിക്കുകയും ചെയ്യും. ചൊവ്വാലിൽ 6 നോമ്പ് നോൽക്കുവാനുള്ള സുന്നത്ത് കൊണ്ടുള്ള ശറഇന്റെ കൽപ്പന സ്വീകരിച്ചവളായി പരിഗണിക്കപ്പെടും എന്നർത്ഥം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ തവാഫും സഅയും കഴിഞ്ഞു എന്റെ മുടി മുറിക്കുന്നതിന്റെ മുമ്പ് എന്റെ സുഹൃത്തിന്റെ മുടി മുറിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിരോധമില്ല. നിങ്ങളുടെ സുഹൃത്തിന്റെ നിങ്ങളുടെ മുടി നീക്കം ചെയ്തതിന് ശേഷമേ സുഹൃത്തിന്റെ മുടി നീക്കം ചെയ്യാൻ പറ്റൂ എന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഹൃത്തിന്റെ മുടി നീക്കം ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, താടി വടിക്കുന്നതിന്റെ വിധി എന്താണ്? താടി വടിക്കുന്നവരെ തുടർന്ന് നിസ്കരിക്കാമോ? താടി വടിക്കൽ ഹറാമാണെന്നും അതല്ല കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിലെ നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞത് താടി വടിക്കൽ ഹറാമാണെന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം പോലെയുള്ള ആളുകൾ വടിക്കല് കറാഹത്താണ് എന്ന് പറയുകയും അത് പ്രബലമാക്കിയിട്ടും ഉണ്ട്. അസ്സലാമു അലൈക്കും. അല്ലല്ലേ, സയ്യിദ് മഖ്ദൂം ഹറാമാന്നാ പറയണല്ലേ ഫത്വൽ മുഈൻ? അതെ, അങ്ങനെയാണ്. അല്ലേ, അങ്ങനെ. അപ്പൊ സയ്യിദ് മഖ്ദൂം ഒക്കെ താടി വടിക്കൽ ഹറാമാണ് എന്ന അഭിപ്രായക്കാരനാണ്. എന്നാൽ ഒരു വിഭാഗത്തിന് എന്തോ അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ സയ്യിദ് മഖ്ദൂമിന്റെ ഫത്വൽ മുഈന്റെ നീക്കാ രീതിയിലാണ്. അതല്ല, നല്ല വിഭാഗം മുഅ്തമദാക്കിയിട്ടുണ്ട് ഏത്, താടി വടിക്കൽ കറാഹത്താണ്, ഹറാമല്ല എന്ന അഭിപ്രായത്തെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തഹജ്ജുദ് പതിവാക്കിയവൻ ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറങ്ങാതെ നിസ്കരിക്കാമോ? പറ്റൂല. അല്ല, ഫജറിന് ശേഷം ഉറങ്ങിയിട്ട് നിസ്കരിക്കാമോ? അതല്ല, ഫജറിന്റെ മുമ്പായിട്ട് രാത്രി ഉറങ്ങി നിസ്കരിച്ചാലേ തഹജ്ജുദ് നിസ്കാരം ശരിയാവുള്ളൂ. ഉറങ്ങി ഉണർന്നതിന് ശേഷം നിസ്കരിക്കണം, സുബഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കും ചെയ്യണം. അതേ തഹജ്ജുദ് നിസ്കാരമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുണ്ട്, സക്കാത്ത് കൊടുക്കണം. എന്നാലും സക്കാത്ത് കൊടുക്കണം. കിട്ടാനുള്ളതിനേക്കാളും കൂടുതൽ കൊടുക്കാണ്ട് നിൽക്കുക, എന്നാലും സക്കാത്ത് കൊടുക്കണം എന്ന്. കടം സക്കാത്തിനെ തടയുകയില്ല എന്ന്. അവർക്ക് എത്ര കടണ്ടെങ്കിലും ശരി. കാരണം അവന്റെ അടുത്തുള്ള മുതലിനല്ല അവൻ സക്കാത്ത് കൊടുക്കട്ടുള്ളൂ. ഞാൻ സക്കാത്ത് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ, വർഷം പൂർത്തിയാണെന്റെ മുമ്പായിട്ട് അവർക്ക് വേഗം കടം മുറ്റിയാൽ മതിയല്ലോ. അതുകൊണ്ട് എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. സക്കാത്തിന്റെ മുതല് ഒരു വർഷമാണ് സൂക്ഷിച്ചു നിൽക്കുക, ഒരു വർഷം സൂക്ഷിച്ചു. എന്നാൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. പക്ഷെ അവനക്ക് കുറെ കടണ്ട്. അപ്പോഴോ അങ്ങനെ കടണ്ടെങ്കിലോ ഈ സക്കാത്തിന്റെ മുതലിൽ ഒരു വർഷം പൂർത്തിയാണതിന് മുമ്പായിട്ട് അവനക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അതുകൊണ്ട് വേണമെങ്കിൽ കടം കൂട്ടാമായിരുന്നു. അത് ചെയ്തില്ല, അതുകൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കടം എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കുക തന്നെ വേണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും എന്നാൽ അതിന് അള്ളാഹു വലിയ സവാബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിനും വേണ്ടി പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ഈ വിശുദ്ധ റമളാനിന്റെ പുണ്യം കൊണ്ടും നിറവേറ്റി കൊടുക്കട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അപകടകരമായ രോഗങ്ങൾ തൊട്ട് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുത്തിൽ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും അവരെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്നവരെ നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് ദുആ ചെയ്യണമെന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആളെ പേര് പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അള്ളാഹു തആല സാലിഹായ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.